കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്, ഒരു കുട്ടി വ്ളോഗാണ്. ഏട്ടൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നാട്ടിലെത്തി, ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞ് ഏട്ടന്റെ വീട്ടിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏട്ടാ ഒരു ഹായ് പറയും. ഞങ്ങളിവിടെ മട്ടന്നൂര് എത്തി. ഞാൻ പഠിച്ച കോളേജ് ഇതാ എത്താറായി. ഒരുപാട് വർഷങ്ങളായിട്ടോ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട്. നമ്മുടെ മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജ് എത്താറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോളേജ്. ഭയങ്കര നൊസ്റ്റു ഫീലിംഗ്. സായിട്ട് നല്ല ഉറക്കത്തിലാണ്. വളവാണ്. ഇതെവിടെയാ? നല്ല ഭംഗിയുണ്ട് മലകളൊക്കെ ആയിട്ട് കാണാൻ. മരങ്ങളും റോഡാണിത്. ഇപ്പൊ നമ്മള് ഇരിക്കൂർ പാലം എത്തി. ഇരിക്കൂർ പുഴയാണിത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മാമാനത്തമ്പലം എത്താറായി. ഇതാണ് മാമാനത്തമ്പലം. ഇഷ്ടം. ശ്രീകണ്ഠാപുരം റോഡിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഏകദേശം വീട്ടിലോട്ടേക്ക് എത്താറായിട്ടോ. ഇപ്പൊ പെരുവളത്ത് പറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഏട്ടൻ വീട്ടിലോട്ടേക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടി കടയിലോട്ടേക്ക് പോയിരിക്കാണ്. സായി എണീറ്റിട്ടില്ല. വീട്ടിലോട്ടേക്ക് പോകും വഴിയാണ്. ഇനി ഒത്തിരി ദൂരം കൂടിയുള്ളൂ വീട്ടിലോട്ടേക്ക് എത്താനായിട്ട്. പെട്ടെന്ന് എത്തും. അങ്ങനെ നമ്മള് ശ്രീകണ്ഠാപുരം റോഡ് മാറി ഇപ്പൊ കണിയാർ വയൽ റോഡിലോട്ടേക്ക് കയറിയിട്ടുണ്ട്. നമ്മളിനി വീട്ടിലെത്താൻ 5 കിലോമീറ്റർ കൂടെ പോയാൽ നമ്മളെ വീട്ടിലെത്തും. ഇവിടെ ഇപ്പൊ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണിയാർ വയലെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കാഞ്ഞേരിയിലോട്ടേക്ക് പോകുന്ന റോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കാറിലായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാലും ഞങ്ങൾ പതുക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബൈക്കും സ്കൂട്ടിയിലൊക്കെ പോകുമ്പം കുറച്ച് കഷ്ടപ്പാട് ഉണ്ടാവുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ റോഡ് പണിയൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു റോഡാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.
കേട്ടാ. നമ്മൾ എവിടെയൊക്കെ പോകുന്നേ? അങ്ങ് പോവാണോ? സായി ഒരു ഹായ് പറയൂ. ഹായ് പറയൂ, കൈനെ കൊണ്ട് ഹായ് പറയൂ. ഹായ്. സായി അച്ഛന്റെ വീട്ടിലേക്ക് പോവല്ലേ? പോവാണ്. അവിടെ ആരൊക്കെയുണ്ട്? വെല്ലുമ്മയോ? വെല്ലുമ്മേനെ എടുത്തിട്ട് നമ്മൾ പോയില്ലേ? അമ്മമ്മയും അച്ഛനും ഇല്ലേ? അമ്മമ്മേനെയും അച്ഛനെയും കാണാൻ വേണ്ടിട്ട് സായി പോവാണ് അല്ലേ? ആ, ഇതാണ് നമ്മുടെ കാഞ്ഞേരി പുഴ. വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ പുഴ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ പറ്റാത്തത്. പക്ഷെ വീട്ടിലെത്തിയിട്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പുഴ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാം ലാസ്റ്റ്. അച്ഛൻ്റെ അമ്മയുടെ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട് അതിനടുത്ത് തന്നെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. എന്തായാലും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെയുള്ളവർക്ക് പോകാനും വരാനും ഒക്കെ ഇപ്പം അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും, റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അടിപൊളി റോഡായിട്ട് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും. എന്തൊരു ഭംഗിയാണ് കാണാമെന്ന് നോക്കൂ അല്ലേ? വളരെ പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് തന്നെ പറയാം. സായി, നമ്മളെവിടെ എത്തിയേ? നമ്മളിപ്പോ അച്ഛന്റെ വീട്ടിലെത്തി. ഇപ്പൊ നമ്മള് വീട്ടിലെത്തിട്ടോ. ഇപ്പൊ കാറിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പുഴ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വാക്ക് പാലിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ കാഞ്ഞിലേരി പുഴ, ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേരമായിട്ടോ. വൈകുന്നേരമാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനടുത്ത് തന്നെയാണ് അച്ഛനും അമ്മയൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് വെള്ളം എടുത്തിട്ടാണ് പച്ചക്കറിയിലോട്ടേക്കൊക്കെ വെള്ളം നനയ്ക്കുന്നത്. ഇതാ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണെന്ന് നോക്കൂ. പറഞ്ഞറിയിക്കുന്നതിലും നല്ലത് അത് കാണുമ്പം നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. നേരിട്ട് കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അമ്മ പുഴയ്ക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ ഞാനും ചാടി പുറപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയാണിത് ഷൂട്ട് ചെയ്യുന്നത്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അല്ലേ? ആ പുഴയും ഒപ്പം ആ കിളികളുടെ ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ മൈൻഡ് നല്ലൊരു ഫ്രഷായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാണിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ പച്ചക്കറി കൃഷിയുടെ അടുത്താണ്, പുഴയുടെ അടുത്താണ് കൃഷി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കൈപ്പക്കയുണ്ട്. ഇത് പയറല്ലേ അമ്മേ? ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇത് ഇളവൻ കുമ്പളങ്ങയാണ്. ഇത് മത്തൻ കുമ്പളങ്ങ അല്ലേ അമ്മേ? അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ പുഴയ്ക്കടുത്താണ് അച്ഛനും അമ്മയുടെ കൃഷിസ്ഥലം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം അടുത്താണ്. പുഴയോട് ചേർന്ന് തന്നെയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഒക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. പച്ചക്കറി മാത്രമല്ല കേട്ടോ, ഇവിടെ നെല്ലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അച്ഛനും അമ്മയൊക്കെ. അത് നമുക്ക് വേറൊരു വ്ളോഗിൽ കാണിച്ചു തരാം.
പിന്നെ ചീരയൊക്കെ ഉണ്ട്. ഇത് ചുവന്ന ചീരയാണ്. ചുവന്ന ചീരയൊക്കെ ചെറുതാണ്, ആയി വരുന്നേ ഉള്ളൂ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പച്ചച്ചീരയും ഉണ്ട്. അത് ഇത്തിരി കൂടെ വലുതായിട്ടുണ്ട്. ആടിയാ നട്ടിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിനടുത്ത് തന്നെ ആയിട്ടുള്ള തൂക്കുപാലമാണ്. തൂക്കുപാലത്തിൽ ഞാൻ ആദ്യമായിട്ട് കയറിയിട്ടത് ഇവിടെ വന്നതിന് ശേഷമാണ്. കല്യാണം കഴിഞ്ഞിട്ട് വിരുന്ന് കഴിഞ്ഞ സമയത്ത് എങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് തൂക്കുപാലത്തിന്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. താഴെ വീഴുമെന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പോഴും പേടിയില്ല എന്നല്ല, പക്ഷെ അത്രയ്ക്കില്ല, ഒന്ന് കുറച്ച് കുറഞ്ഞു. ഇപ്പോഴും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെ അധികം തൂക്കുപാലങ്ങളൊന്നും അങ്ങനെ കാണാറില്ലല്ലോ. ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളതും പിന്നെ ഇതുപോലെ പാലത്തിൽ കയറിയിട്ടുള്ളതും ഈ തൂക്കുപാലാണ് കേട്ടോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് തൂക്കുപാലത്തിലൂടെയുള്ള ഈ ഒരു പോകുന്നതെന്ന് പറയണത്. ഇത് കാനലേരിയിൽ നിന്ന് അക്കരയ്ക്ക് പോകുന്ന തൂക്കുപാലാണ് കേട്ടോ. അതായത് കാവുമ്പായി അങ്ങേ ഭാഗത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള തൂക്കുപാലാണ്. നടന്ന് പോകാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോൺക്രീറ്റ് പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇവിടെ പാലം വരുന്നുണ്ട്. അപ്പോൾ ഈ പാലം കൂടെ വന്നു കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ അതിൽ പോയിട്ട് നമ്മുടെ യാത്ര കൂടുതൽ എളുപ്പമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കോൺക്രീറ്റ് പാലം വരുന്നത്. നല്ല ഭംഗിയാണ് പുഴയെ നോക്കി ഇങ്ങനെ നടക്കാനായിട്ട്. അതിലിടയ്ക്ക് ഈ തൂക്കുപാലം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയൊരു പേടിയും തോന്നാറുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളവർക്കൊന്നും അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. ഇവരൊക്കെ വളരെ സ്പീഡിൽ തന്നെ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് പക്ഷെ അത്രയും സ്പീഡിലൊന്നും നടക്കാൻ പറ്റില്ല. ഞാൻ പതുക്കെയാണ് നടന്നു പോകുന്നത്. വല്ലപ്പോഴും മാത്രമേ നമ്മൾ ഇതിന് മുകളിൽ കയറുന്നുള്ളൂ. അപ്പോൾ ആ ടെൻഷനും പേടിയും അങ്ങനെ വലിയ രീതിയിൽ വിട്ടു മാറിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഏട്ടൻ്റെ നാട് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അവിടെയൊക്കെ താമസിക്കുന്നവർക്ക് തന്നെ അറിയായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാനും ഏട്ടനും സായൂട്ടനും അമ്മയൊക്കെ കൂടെ അക്കരയിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മോനൊരേ നിർബന്ധമായിരുന്നു തനിയെ നടക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് തനിയെ നടക്കാൻ പേടി. അപ്പോൾ മോൻ ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ എൻ്റെ ഒരു അവസ്ഥ. അത് അവിടെയാണ് കേട്ടോ പാലം, പുതിയ പാലം പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെയാണ്. അപ്പോൾ ഇവിടെയെന്ന് പറയുന്നത് നല്ലൊരു സീനറി തന്നെയാണ്. പുഴ, തൂക്കുപാലം എല്ലാം, മലകളായിക്കോട്ടെ എല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വളരെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അപ്പോൾ ഏട്ടൻ്റെ നാട് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ നാട് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.